ശബരിമല സ്വർണ്ണമോഷണ കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന് ജാമ്യം. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലുമാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിയുന്നതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്നത്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണോ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? നിലവില് പല പ്രതികളും ഈ കേസിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം കിട്ടി. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ജാമ്യം കിട്ടിയത്. പക്ഷെ അത് ഒരു കേസിലാണ്. മറ്റൊരു കേസിൽ കിട്ടാത്തത് കൊണ്ടാണ് പുറത്തിറങ്ങാൻ കഴിയാത്തത്. ഇനിയിപ്പോ ഒരു 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ തന്ത്രി ഉൾപ്പെടെ എല്ലാവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ 90 സ്വാഭാവികമായും ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അവർക്ക് സ്വാഭാവിക ജാമ്യത്തിന് ഒരു പ്രതിക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ജുഡീഷ്യറിയുടെ ഒരു തത്വമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ കേസിൽ നമ്മൾ അപ്രതീക്ഷിതമായ പുതിയ പ്രതികളും വഴിത്തിരിവുകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നിപ്പോ നമ്മൾ കൈരളിൽ നിന്ന് പുറത്തുവിട്ട ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ പലതും ഇനി അന്വേഷിക്കേണ്ടതായി വരും. സ്വാഭാവികമായും ഇതിലൊക്കെ ആരൊക്കെ ഇനി പുതുതായി പ്രതിപട്ടികയിലേക്ക് വരുമെന്ന് പോലും പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് SIT. അതുകൊണ്ടാണ് വിശദമായ റിപ്പോർട്ട് SIT ഈ ഹൈക്കോടതിയിൽ ഇതിന് നേതൃത്വം നൽകുന്ന ഹൈക്കോടതിയിൽ പ്രത്യേക റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചതും അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അക്കാര്യത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ അന്വേഷണ സംഘത്തെ പഴിക്കാത്തതും അതിന് നിലവിലെ അന്വേഷണത്തിന് തൃപ്തി രേഖപ്പെടുത്തി കൂടിയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി പോയിട്ടുള്ളത്. വിജിലൻസ് കോടതിയിൽ അതുകൊണ്ട് പ്രത്യേകമായ പരാമർശങ്ങളൊന്നുമില്ല. പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രതിക്ക് സ്വാഭാവികമായ അതിന് അവകാശമുണ്ട്. അത് പ്രകാരമാണ് ജാമ്യം നൽകുന്നത് എന്ന് പറഞ്ഞു. അതേസമയം പ്രോസിക്യൂഷൻ അത് എതിർത്തെങ്കിലും അത് പരിഗണിക്കാൻ വിജിലൻസ് കോടതി തയ്യാറായി. ഇവിടെ തന്ത്രിയുടെ റിമാൻഡ് നീട്ടുകയും ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അതും ഇതുപോലെയാണ്. തന്ത്രിയുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തിൽ കൂടി നീട്ടിയിട്ടുണ്ട്. 28-ാം തീയതി ആയിരിക്കും തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.